സാർ നമസ്കാരം. നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പലവിധ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും അദ്ദേഹം വിധേയനാകുന്നു. അതായത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പലപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിന്നല്ല അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്, സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ആദർശത്തിൻ്റെ പേരിലായാലും അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മുൻ KPCC പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ശ്രീ VM സുധീറിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ്. സാർ, ഞാൻ ഒന്ന് പുറകോട്ടേക്ക് പോകുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന N ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ജയിലിൽ കഴിയുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിലധികം അദ്ദേഹം ജയിലിൽ കിടന്നു. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതാകട്ടെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കോൺസുലേറ്റിൽ ജോലിയുണ്ടായിരുന്ന ഒരു വനിത തനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധം ഉണ്ടായെന്നും തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതായത് കേരളം ഭരിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. സ്വപ്ന സുരേഷും 1.5 വർഷം മാറി മാറി ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിൽ മോചിതയായ ശേഷമാണ് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഒരുപക്ഷെ ഒരു കുറ്റവാളിയുടെ ഏറ്റവും വലിയ പശ്ചാത്താപമാണ് കേരളം കണ്ടത് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. വള്ളി പുള്ളി വിടാതെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ആളുകൾക്കുമെല്ലാം ഉള്ള പങ്കിനെക്കുറിച്ചും മറ്റ് അഴിമതികളെക്കുറിച്ചും സ്വപ്ന സുരേഷ് സമൂഹത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ഇവിടെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ രൂപീകരിച്ച SIT ഒരേ ഒരു പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതും ഒരേ ഒരു ആളെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തത്. അത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയായിരുന്നു. അവർ 15 ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയുണ്ടായി. ഈ 2 സംഭവങ്ങളിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇടപെടുകയോ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പിണറായി വിജയൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയോ ADM നവീൻ ബാബുവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോവുകയോ ചെയ്തിട്ടും VM സുധീരൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായോ അഥവാ ഈ സ്വപ്ന സുരേഷ് ഉയർത്തിക്കൊണ്ടുവന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായോ അതുപോലെ തന്നെ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായോ ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന ഒരു പ്രസ്താവന VM സുധീരനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. എന്നാൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷിക്കണമെന്നും പുനരന്വേഷണം വേണമെന്നും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് KK മഹേശൻ എന്ന് പറയുന്ന കണിച്ചുകുളങ്ങര SNDP യൂണിയൻ്റെ സെക്രട്ടറി ആ ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി, അഥവാ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കാണുകയുണ്ടായി. ഇതിൽ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അദ്ദേഹം മരിച്ചിട്ട് 6 വർഷമായി. ഈ 6 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിക്കുന്ന എന്നൊരു ചടങ്ങ് കൂടി നാം കാണുകയുണ്ടായി. സാർ, VM സുധീറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് തൻ്റെ പാർട്ടിക്കാർ മാത്രം അധികാരത്തിൽ വരുമ്പോൾ ആദർശ നിലപാടുകൾ ഉയർത്തി ചില കാര്യങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള അന്വേഷണം വേണം, ജാഗ്രത വേണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരികയും 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഉണ്ടായ അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചോ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും VM സുധീരൻ അതേക്കുറിച്ചൊന്നും മിണ്ടിയില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞത് അദ്ദേഹം കേട്ടോ എന്നെനിക്കറിയില്ല. അതിനെക്കുറിച്ച് പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഇവിടെ VD സതീശൻ വരുമ്പോൾ അദ്ദേഹം ആദർശപരമായ നിലപാടുകളുമായി പുറത്തു വരുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാർ നോക്കിക്കാണുന്നു? ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നത് K കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നില്ല,
അത് കോൺഗ്രസ്സുകാർക്കാണ്, അത് എ കെ ആന്റണിക്കായിരുന്നു. എ കെ ആന്റണിയാണ് ഇതെല്ലാം അങ്ങോട്ട് വളരെ ഗംഭീരമായിട്ട് ഈ വിഷയം മുഴുവൻ പുറത്തു കൊണ്ടുവരും. അപ്പോൾ എ കെ ആന്റണി കരുണാകരനെതിരായിട്ട് പറയുന്നത് ആദർശവാദിയാണ് എന്നുള്ള വലിയൊരു പരിവേഷം സ്വയം സൃഷ്ടിക്കുകയാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, 1975 തുടങ്ങിയിട്ട് 77 വരെ അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് എ കെ ആന്റണി പാറ പോലെ ഉറച്ചു നിന്നു ഇന്ദിരാഗാന്ധിയുടെ പിന്നില്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കഴിഞ്ഞ പുള്ളി പറഞ്ഞ് ഞാനിവിടെ ആസാമിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ വെച്ചിട്ട് അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ തെറ്റായിരുന്നു പറയുന്ന ഒരു കാമെന്ന ലക്ഷ്യം ഇയാൾ മിണ്ടിയിട്ടില്ല. നുണയാണ് ഈ മനുഷ്യൻ പറയുന്നത്. എ കെ ആന്റണി പറയുന്നത് കളവാണ്. എ കെ ആന്റണി കളവ് പറഞ്ഞെന്ന് മാത്രമല്ല, പ്രധാനമായിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കെ കരുണാകരൻ മറിച്ചിടണം, പുള്ളിക്ക് കേരളത്തിന് മുഖ്യമന്ത്രി ആവണം. അതൊന്ന്. രണ്ടാമത് 1900 എനിക്ക് ആ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല, 95 എൻ്റെ ഓർമ്മ. 95 സമയത്ത് കെ കരുണാകരനെതിരായിട്ട് ഇദ്ദേഹത്തിന്റെ പിണിയാളുകളും ചേർന്നിട്ട് വലിയ സമരം സംഘടിപ്പിച്ചു. എന്നിട്ട് കെ കരുണാകരനെ പുറത്തേക്കാക്കി. ആ സമയത്ത് ഇദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാണ്, ഇദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. ആ ഭക്ഷ്യവകുപ്പ് മന്ത്രി ചില ഇഷ്യൂവിൻ്റെ പുറത്ത് അവിടെ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ചാർട്ട് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റിനകത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് പറന്നിറങ്ങുന്നു, കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ കോൺഗ്രസ്സിൽ വളരെ വ്യാപകമാണ്. അതിൻ്റെ അപ്പോസ്തലനാണ് എ കെ ആന്റണി. ഇന്ന് സമാനമായ രീതിയിലാണ് വി എം സുധീരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുധീരൻ ആദ്യത്തെ പണിയൊന്നുമില്ല. ഒരു 10 കൊല്ലത്തിന് മുമ്പായിട്ട് ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്താണ് ബാർ കൊഴക്കേസൊക്കെ ഉണ്ടായി, ചാരായ നിരോധനം ഉണ്ടായി. എവിടെയായിരുന്നു സുധീരന്റെ നിലപാടെന്തായിരുന്നു? സുധീരൻ ആ സമയത്ത് ഇദ്ദേഹത്തിന് മറ്റേ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പറയുക, കെ ബാബുവിനെതിരായിട്ട് പറയുക എന്ന് വെച്ചാൽ കോൺഗ്രസ് മന്ത്രിമാരെ താഴെ ഇറക്കുന്ന കാര്യത്തിൽ താനാണ് വലിയ ആദർശധീരൻ. കോൺഗ്രസിൽ ഒരൊറ്റ ആദർശക്കാരനേ ഉള്ളൂ, അത് ഞാനാണ്. അതായത് ഇപ്പൊ എ കെ ആന്റണി പറഞ്ഞ മാതിരിയാ. ആന്റണി പറയുന്നതാണ് കോൺഗ്രസിൽ എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണെങ്കിലും ഒരു കള്ളനല്ലാത്ത ഒരാൾ മാത്രം കോൺഗ്രസിലുണ്ട്, അത് ആദർശവാദിയായിരിക്കുന്നത് ഞാനാണ് എന്ന് ആന്റണി പറഞ്ഞ അതേ വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇദ്ദേഹത്തിന് ഏതെല്ലാം വിഷയത്തിൽ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ശത്രുവായിരിക്കുന്ന ആരൊക്കെയുണ്ടോ ഈ ശത്രുവായിരിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ ഇദ്ദേഹത്തിന് കുരുവിട്ടും പെട്ടെന്ന് ആ കാര്യങ്ങളിൽ ഇടപെടണം. വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരായിട്ട് ഇടപെടണം. ഞാൻ വേറൊന്ന് പറയുന്നല്ലോ, കേരളത്തിൽ ഇത്തരം ഇപ്പൊ കെ എം ഷാജിയുടെ പഴയൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, മതമാണ് പ്രശ്നം. സുധീരൻ കേട്ടില്ലേ സാധനം? സുധീരൻ കേട്ടില്ലല്ലോ. സുധീരനത് കേൾക്കുന്നതിന് പകരം സുധീരനത് കേട്ടേയില്ല. സുധീരനെ കുറിച്ച് തന്നെ മറ്റൊരു ആക്ഷേപം ഉണ്ട് കേട്ടോ. അല്ല, ഈ സുധീരൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നൊക്കെ അധികാരത്തിൽ വരുന്നപ്പോ അന്നൊക്കെ ആ പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണല്ലോ, കെ എം ഷാജിയുടെ പാർട്ടിയാണല്ലോ. ലീഗാണ്. അതങ്ങനെ, അതുകൊണ്ടാണ് സുധീരൻ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങാനും ഇനിയിപ്പോ ഈ പഴയ സലിംഗോന്റെ സിനിമയിൽ പറഞ്ഞ മാതിരി ബിരിയാണി എങ്ങനെ കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ മതി, എങ്ങാനും മുഖ്യമന്ത്രിയായിട്ട് തന്നെ പരിഗണിച്ചാലോ എന്നുള്ള മോഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പൊ ഈ സമയത്തിന്റെ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ കേരളത്തിന്റെ മദ്യനയത്തിനെതിരായിട്ടുള്ള സുധീരന്റെ പ്രസ്താവനയുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ ബജറ്റ് സമ്മേളനം നടത്തിയതിന്റെ പിറ്റേ ദിവസം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല, അത് പാടില്ല, അത് കോൺഗ്രസ് നയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന് നയമുണ്ടോ? എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ബാറുകളേക്കാൾ 10 മടങ്ങ് ബാറുകളാണ് പിണറായി വിജയൻ കൂട്ടിക്കൊടുത്തത്. അത് തന്നെ ബാറുകളുടെ സമയം കൂട്ടിക്കൊടുത്തു. ഇന്നിപ്പോ ഈ മദ്യനിരോധനത്തിന് വേണ്ടി അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന വി എം സുധീരൻ ഈ 10 വർഷം കേരളത്തിലല്ലായിരുന്നോ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് മാത്രമല്ല, അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് സമരം ചെയ്താൽ തെരുവിലിറങ്ങണം. തെരുവിലിറങ്ങി കഴിഞ്ഞിട്ട് സുധീരണെങ്കിൽ തല്ലുകൊള്ളും. അത് സുധീരൻ നന്നായിട്ട് അറിയാം. നല്ല വേർപ്പിന്റെ അസുഖമുള്ള ആളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. ഇവരാരും സത്യസന്ധമായിട്ട് വേർത്ത് കുളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടില്ല. അലക്കി തേച്ച് ഷർട്ടിട്ടുണ്ട്. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, ഈ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ മാത്രമേ കോൺഗ്രസ്സുകാരെ കാണുക. കാരണം ഈ ഖദറിന് യാതൊരു അഴുക്കും പറ്റാതെ കണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ സോമ അത് കൊണ്ടുപോവാ, ഗണേശ ഇത് കൊണ്ടുപോവാ, ജോസഫ് ഇത് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് കൊടുപ്പിച്ച് അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വീട്ടിലേക്ക് എത്തിക്കേണ്ടതും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കേണ്ടതൊക്കെ സേവഭാരതിയുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പണിയാണ്, ഇവരുടെ പണിയല്ല. ഇങ്ങനെ ഉള്ള ഒരു വേർപ്പിന്റെ അസുഖമുള്ള ഒരാളാണ് വി എം സുധീരൻ എന്നാണ് എൻ്റെ രാഷ്ട്രീയ അനുമാനം. ശരിക്കതാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ അധികാരത്തിലെത്തിയുമ്പോൾ അദ്ദേഹം മിണ്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനോ വി എസ് അച്യുതാനന്ദനുള്ള സമയത്ത് ഇദ്ദേഹം മിണ്ടാറില്ല. മറിച്ച് ഉമ്മൻചാണ്ടിയോ ഇപ്പൊ വി ഡി സതീശൻ വരുന്ന സമയത്തും അപ്പയ്ക്ക് ഇദ്ദേഹത്തിന്റെ ആദർശത്തിന് കുരുവിട്ടും. ഈ കുരുവിട്ടുന്ന ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ തരത്തിൽപ്പെട്ട സ്വഭാവം വച്ചു പുലർത്തുന്ന നിരവധി ആളുകള്
കോൺഗ്രസിൽ പുതിയ തലമുറയിലും വന്നിട്ടുണ്ട്. PM നിയാസിനെ പോലുള്ള ആളുകൾ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എന്നൊക്കെ അധികാരം കിട്ടുന്നു അന്നൊക്കെ ഈ പ്രതിപക്ഷ നിരയിലുള്ള ആളുകളെക്കാൾ ശക്തമായ പ്രതിപക്ഷ ആയിട്ട് വർത്തിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ തന്നെ. അത് കോൺഗ്രസിൽ പ്രതിപക്ഷം ഭരണകക്ഷി ഒന്നും ഉണ്ടായിട്ടില്ല, അധികാരമോഹം കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 102 സീറ്റ് കിട്ടി. ആർക്കൊക്കെ മുഖ്യമന്ത്രിയാണ്ട്? KC വേണുഗോപാൽ അല്ലെ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ പാർലമെന്റ് മെമ്പർമാർ മത്സരിക്കേണ്ടെന്ന് തീരുമാനമെടുത്ത കമ്മിറ്റിയുടെ ചുമതലക്കാരാണ് KC വേണുഗോപാൽ. പക്ഷെ അയാൾക്ക് മുഖ്യമന്ത്രിയാവണം. അതെ, അപ്പൊ ആ ഒരു തർക്കത്തിലും VM സുധീരൻ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വിസ്മരിക്കുന്നില്ല. അതായത് ഈ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിച്ചപ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി, എന്താണ് ജനങ്ങളുടെ അഭിപ്രായം, എന്താണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി സുധീരനെ ഡൽഹിയിൽ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിലപാടെടുത്തത് VD സതീശൻ അത് ഞാൻ സത്യസന്ധനാണ്. കാരണം ഒന്ന് അയാളെ സംബന്ധിച്ച് ഉറപ്പാണ്, VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലപാടുകാരാണ് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി നിലപാടുകാരാണ്. അവരുടെ നിലപാടുകൾക്ക് കേരളത്തിൽ പ്രസക്തിയുണ്ട്. അവരുടെ നിലപാടുകളാണ് കേരളത്തിൽ നടപ്പിൽ വരിക. ഇത് VM സുധീരൻ അറിയാം. അപ്പൊ സുധീരൻ എന്നും ജയിക്കുന്ന പക്ഷത്താ. അപ്പൊ അതുകൊണ്ട് VD സതീശന്റെ കൂടെ നിന്നാലാണ് ജയിക്കുക എന്നറിയാം. പിന്നെ VD സതീശന് നിലപാടുകളുണ്ട്. ഇപ്പൊ നമുക്ക് രാഷ്ട്രീയപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്. ഈ നിലപാടുകളുടെ കൂടെ നിൽക്കുന്നതാണ് തനിക്ക് നല്ലതെന്ന് VM സുധീരൻ തോന്നി. സാറ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ത് തന്നെയായാലും VD സതീശന്റെ നിലപാടുകൾ പല വ്യക്തിപരമായ വൈയക്തികമായ പല നിലപാടുകളും നമുക്ക് അംഗീകരിക്കത്തക്ക രീതിയിൽ തന്നെയാണ്. അവിടെ രാഷ്ട്രീയമായ വൈജാത്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് മാറ്റിവെക്കാം. പക്ഷെ അദ്ദേഹത്തെ അല്ലാത്ത രീതിയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള നമ്മൾ നിലപാടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ആര് മന്ത്രിസഭ രൂപീകരിച്ചാലും ഒരു 6 മാസത്തിന് പീരീഡ് ഇവർക്ക് കൊടുക്കണ്ടേ? തീർച്ചയായും ഇവരെ ഭരിക്കാൻ അനുവദിക്കില്ല. കേരളം കലക്കേ ഞങ്ങൾ അടങ്ങുള്ളൂ എന്ന് VM സുധീരൻ PM നിയാസും ഒക്കെ തീരുമാനിച്ചാൽ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന സുധീരനെയും നിയാസിനെയൊക്കെ എങ്ങനെ നേരിടും ജനങ്ങൾക്കറിയാം. ഒരു സാറ് പറഞ്ഞതുപോലെ ഒന്ന് കസേരയിലൊന്ന് ഇരിക്കാൻ അവസരം കൊടുക്കണം. ഇപ്പൊ പഴയ കാലത്ത് ഞാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴും പറഞ്ഞു, പിണറായി വിജയനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷേ പിണറായി വിജയനെ 6 മാസമെങ്കിലും ഭരിക്കാൻ വേണ്ടി അനുവദിക്കണം. സമാനമായിട്ട് രീതിയിൽ എൻ്റെ ഒരു അപേക്ഷ ഉള്ളത്, നമുക്കൊരു 6 മാസമെങ്കിലും VD സതീശനെ ഭരിക്കാൻ വേണ്ടി അനുവദിക്കണം. അദ്ദേഹം ഭരിക്കട്ടെ. എന്താണ് അദ്ദേഹം ചെയ്യുന്നത് കാണാമല്ലോ. അവരുടെ പദ്ധതികളും നയങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അവസ്ഥയുള്ളത്, കേരളത്തിന്റെ പതനമാണ്. കേരള സാമ്പത്തിക കടക്കെണിയിലാണ്. 5 ലക്ഷം കോടിയിലധികം രൂപ വരുന്ന കടത്തിന്റെ കെണിയിലാണ് കേരളം. ഒരു വരുമാനവും കേരളത്തിലില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഇവർ അടപ്പിച്ചു. ഇപ്പൊ സുധീരനെ കടപ്പിക്കുന്ന ഒന്നാണ് CMML കമ്പനി, അല്ലെങ്കിൽ മറ്റേ CMR കമ്പനി. അതെ, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ആലോചന ആവാം എന്ന തരത്തിൽ വന്നപ്പോഴേക്കും സുധീരൻ കരിമണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, സുധീരൻ അടക്കുന്ന ആളുകളുടെ വേറെ താല്പര്യമുള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ വേറെ പറയുന്നത്, സുധീരന് തന്റെ ഇടമുണ്ടെന്ന് തെളിയിക്കട്ടെ. അവിടെ മറ്റേ ഈ കരുനാഗപ്പള്ളി ഭാഗത്ത് ഇപ്പോൾ കരിമണൽ പോകുന്നില്ലേ? ആരാ കൊണ്ടുപോകുന്നത്? വേദാന്ത ഗ്രൂപ്പാണ് കൊണ്ടുപോകുന്നത്. എന്താ ഇവരെന്ത് എതിർക്കാത്തെ? അല്ലെങ്കിൽ കരിമണൽ കടലിൽ നിന്ന് ഒഴുകി പോകുന്നു. എവിടേക്കാണ് ഒഴുകി പോകുന്നത്? ശ്രീലങ്കയിലേക്ക് പോകുന്നു, കൊളംബോയിലേക്ക് പോകുന്നു, അത് ചൈനയ്ക്ക് കിട്ടുന്നു, അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ കേരളീയർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുധീരനല്ല ആര് പറഞ്ഞാലും ആ പറയുന്നത് രാജ്യവിരുദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം. ആറ്റമിക് എനർജിക്ക് വരെ ഉപയോഗിക്കാം, ആണവായുധം ഉണ്ടാക്കാൻ വരെ, പ്ലൂട്ടോണിയം വരെ വേർതിരിച്ചെടുക്കാൻ പറ്റിയ കരിമണലിൽ നിന്ന് അത് ആ മൂലകം വേർതിരിച്ചെടുക്കാൻ പറ്റും. ആറ്റോമിക് എനർജിക്ക് ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ സർ CP രാമസ്വാമിയുടെ കാലത്ത് 1943 ഒരു സ്ഥാപനം ഉണ്ടായി, സ്പോഞ്ച് കമ്പനി ഉണ്ടായി, ടൈറ്റാനിയം സ്പോഞ്ച് കമ്പനി. ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ സ്പോഞ്ചിന്റെ 40% പ്രൊഡക്ഷൻ ഇവിടെ ടൈറ്റാനിയത്തിൽ നിന്നാ. ബാക്കി 60% ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ സുധീരന് വിരോധമൊന്നുമില്ല. മറിച്ച് ഇന്ത്യയിൽ 40% ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിമണൽ ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് വേദനിക്കും. അദ്ദേഹത്തിന് മാത്രമല്ല, കരിമണലിന്റെ വേദനിക്കുന്ന പലരും സത്യാവസ്ഥകൾ തിരിച്ചറിയാതെ കണ്ട് കൃത്യമായിട്ട് ജനവികാരം ആളിക്കത്തിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. ഇതൊരിക്കലും ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭൂഷണമല്ല. ഇവിടെ സ്പോഞ്ച് കമ്പനി വേണം, ഇവിടെ ടൈറ്റാനിയത്തിന്റെ കമ്പനികൾ വേണം, ഇവിടെ CMML വേണം. ഈ തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ്. ഇത് തന്നെയാണ് കേരളത്തിന്റെ മുന്നോട്ട്. അല്ലെങ്കിൽ സാമ്പത്തിക കടക്കണിയിലാണ്. ഈ നാടിനെ ആർക്കും മുഖ്യമന്ത്രിയായാലും ഭരിക്കാൻ സാധ്യമല്ല. സാർ, നമ്മുടെ തനത് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പുരോഗമനപരമായ പാതയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കും വ്യക്തിപരമായി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കേരളത്തിന് നെല്ല് തിരിച്ചു വരണം, കേരളത്തിന് തെങ്ങ് തിരിച്ചു വരണം, കേരളത്തിന് മത്സ്യം തിരിച്ചു വരണം. ഈ 3 സാധനത്തെയും കളഞ്ഞാല്
ഈ മറ്റേ സുധീരാദികൾക്കൊക്കെ വലിയ പങ്കുണ്ടെന്നാണ് എൻ്റെ അനുമാനം. അല്ല, നമ്മുടെ തനത് സംസ്കാരവും കൃഷിയും കാർഷിക സംസ്കാരവും എല്ലാം തിരിച്ചു വരണം. അതുപോലെ വ്യാവസായിക വിപ്ലവം കേരളത്തിലുണ്ടാവണം. പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ്, പത്തനംതിട്ട പോലുള്ള ജില്ലകൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് 150 വർഷക്കാലം മുമ്പുള്ള ആദർശം മാത്രം പറഞ്ഞിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഇത് സുധീറിന്റെ ഒരു 150 കൊല്ലം മുമ്പുള്ള ആദർശമൊന്നും ഇല്ല കേട്ടോ. ഇത് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു നാടിന് ഒരിക്കലും കുരുതി കൊടുക്കാൻ സാധ്യമല്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരിച്ചറിയും. തിരിച്ചറിവോടുകൂടി അദ്ദേഹം ഭരിക്കും. സാർ പറഞ്ഞ പോലെ 6 മാസമെങ്കിലും അദ്ദേഹം ആ കസേരയിലൊന്ന് ഉറച്ചിരിക്കട്ടെ. അതുവരെ നമുക്കും കാത്തിരിക്കാം. നമസ്കാരം.